ലെൻസസ് ലോ വെച്ചിട്ട് ഇന്ന് നമ്മൾ എൻ സി ആർ ടിത്തെ എല്ലാ ക്വസ്റ്റ്യനും ലെൻസസ് ലോ ബേസ് ചെയ്തിട്ട് എൻ സി ആർ ടി എന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും കാരണം ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാനേ നോക്കാം. ഞാൻ ആദ്യം ഒരു ബേസിക് കാര്യം പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഒരു കോയിൽ എന്ന് വിചാരിക്കാം. ആ കോയിലിൻ്റെ ഇങ്ങനെ ഒരു ഫിഗർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഫിഗർ ഉള്ളത് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫേസ് ആണ് എന്നുള്ളതാണ്. നമ്മളിവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫേസ് ആണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഒരു നോർത്ത് പോളിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ ആ നോർത്ത് പോൾ കാരണം അതിൻ്റെ ഉള്ളൊരു ഫ്ലക്സ് ലിങ്ക് ആവുമല്ലോ. അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നോർത്ത് പോൾ ഉണ്ടാവും. ആ നോർത്ത് പോൾ ഇവിടെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് ഉണ്ടാക്കും എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ആ ഫ്ലക്സിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതേ കേസ് നമ്മുടെ ഇതുണ്ട് കേട്ടോ. ഇതിലെങ്ങനെ നിൽക്കുന്നത്? ഇത് ഒരു മിനിറ്റ് ഇതിൽ ഇങ്ങനെ തന്നെയാണുള്ളത്. ഇവിടെ ഇങ്ങനെ ഡോട്ടല്ല കുത്ത്, അതിന് ശേഷം ബാക്ക്. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സൈഡിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫേസാണ്. ഓക്കെ, ഇനി ഇതിന്ന് ഒരു നോർത്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ എന്തുണ്ടാവണം? അവിടെ സൗത്ത് ഉണ്ടാവണം. എന്തിനു വേണ്ടിയിട്ട്? ഇതിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് ചേഞ്ചാണ് ഉണ്ടാവണത് അതിന് ഓപ്പോസിറ്റ് ചെയ്യുക. അതാണ് ലെൻസസ് ലോ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പോണ സമയത്ത് അവിടെ സൗത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ക്ലോക്ക് വൈസ് കറണ്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ഇവിടെ ക്ലോക്ക് വൈസ് കറണ്ട് ഉണ്ടാവും, ഇവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് ഉണ്ടാവും. ഓക്കെ, അത് എവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് പറയാൻ പറ്റുക? ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴാണ്. ഇനി വേണ്ട, അങ്ങനെ മിക്കവാറും ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസും തരുന്നതിന് പകരം ഇവർ ബി സി എന്നൊക്കെ പറഞ്ഞ് പോയിൻറ്റ്സ് തരും. അപ്പോൾ നമ്മൾ എന്താ പറയുക? ഇവിടുന്ന് എങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും CABC. ഇവിടെ എങ്ങനെ കറണ്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേപോലെ ഇവിടെയും കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾക്ക് തന്ന് വിചാരിച്ചോ. ഇവിടെയും കുറച്ച് പോയിൻറ്റ്സ് നിങ്ങൾക്ക് തന്ന് ഇത് AB C എന്ന് പറഞ്ഞ പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെ പോകണേ? CBAC അങ്ങനെ പോവും. അങ്ങനെ പറയാൻ പറ്റണം. ഓക്കെ, അല്ലാതെ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്നുള്ള സാധാരണ അങ്ങനെ ചോദിക്കുന്നതിനേക്കാളും എൻ സി ആർ ടിയിൽ കുറേ ക്വസ്റ്റ്യൻസും ഇങ്ങനെ CBAC അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ് എൻ സി ആർ ടിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു അടിപൊളി ക്വസ്റ്റ്യനാണ്. ഇതൊരു സർക്യൂട്ടാണ്. ഈ സാധനം ഒരു കപ്പാസിറ്ററാണ്. ആയിക്കോട്ടെ, കപ്പാസിറ്റർ. ഇതിലേക്ക് നോക്ക്, ഞാൻ ഇവിടുന്ന് ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണുള്ളത് എന്ന് വെച്ചാൽ ഇവിടുന്ന് നോക്കുമ്പോൾ ഞാൻ ഇതിൻ്റെ ഫേസാണ് കാണുന്നത്. എനിക്ക് ഈ ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റുന്നത് ഈ സർക്യൂട്ടിൻ്റെ മോന്തയാണ്, ഫേസാണ്. അപ്പോൾ എന്താ ഉണ്ടാവുന്നത് നോക്കൂ. ഫേസാണ് കാണുന്നത്. ഇവിടെ സൗത്ത് വന്നു. അപ്പോൾ ഇവിടെ എന്തുണ്ടാവണം? സൗത്ത് അടുത്തേക്ക് വരികയാണ്. അപ്പോൾ സൗത്ത് അടുത്തേക്ക് വരുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സൗത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ലോക്ക് വൈസ് കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ദിസ് സൈഡ് എന്ന് വെച്ചാൽ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുന്നത്? കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യണം അല്ലേ? കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യണ്ടേ? ഇങ്ങനെ നോക്ക്, കറണ്ട് അങ്ങനെ ഫ്ലോ ചെയ്യണം. ഓക്കെ, ഇനി അതേപോലെ ഇവിടെയും പറയാം. ഇവിടെ നോർത്ത് വരികയാണ്. അപ്പോൾ ഈ സൈഡിൽ നോർത്ത് ഉണ്ടായിട്ടുണ്ടാവണം. അപ്പോൾ ഓഫ് കോഴ്സ് ഈ സൈഡിൽ എന്തുണ്ടാവണം? സൗത്ത് ഉണ്ടാവണം. ഈ സൈഡിൽ നോർത്ത് ഉണ്ടെങ്കിൽ ഇതിനെ റിപ്പൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓഫ് കോഴ്സ് അപ്പം ആ സൈഡിൽ എന്തായിരിക്കണം? സൗത്ത് ആയിരിക്കും ഉണ്ടാവേണ്ടത്. സൗത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോഴും നമുക്ക് മനസ്സിലായി. നമ്മൾ കാണുന്നത് ഈ സൈഡാണല്ലോ, ഈ ഫേസ് ആണല്ലോ കാണുന്നത്. ഈ സൈഡിൽ സൗത്താണ് ഉള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണുള്ളത് കറണ്ട്? സെയിം ക്ലോക്ക് വൈസ്. അപ്പോൾ ഇതിൽ എക്കാണോ ബിക്കാണോ? ഇത് കപ്പാസിറ്ററാണ്. ഇത് കപ്പാസിറ്റർ. ആ കപ്പാസിറ്ററിൽ ആർക്കാണ് പോസിറ്റീവ് ചാർജ്? എക്കാണോ ബിക്കാണോ പോസിറ്റീവ് ചാർജ്? ആർക്കാണോ നെഗറ്റീവ് ചാർജ് എന്ന് പറയണം. ഇതൊരു കപ്പാസിറ്റർ പോലെ കൺസിഡർ ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഇത് ഞാൻ A പ്ലേറ്റ്, ഇതിനെ B പ്ലേറ്റ് എന്ന് ഞാൻ വിളിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൽ കറണ്ട് എങ്ങനെ ശരിക്കും ഫ്ലോ ചെയ്യുന്നത്? ഇങ്ങനെ പോകുന്നത്. എയിലേക്ക് കറണ്ട് എത്തുന്നു, ബിയിൽ നിന്ന് കറണ്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ കറണ്ട് എങ്ങനെ പോകണത്? ഇങ്ങനെ അല്ലേ? കറണ്ട് അങ്ങനെ പോകണമെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഒരു ബാറ്ററി വെക്കേണ്ടത്? ബാറ്ററി ഇവിടെ പോസിറ്റീവ് ടെർമിനൽ വെക്കണം, ഇവിടെ നെഗറ്റീവ് ടെർമിനൽ വെക്കണം. V വോൾട്ട് ബാറ്ററി വെക്കണം. അതിൻ്റെ അർത്ഥം ഇത് ഹയർ പൊട്ടൻഷ്യൽ അല്ലേ? ഹയർ പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ചാർജ് അല്ലേ വരേണ്ടത്? ഇത് ലോവർ പൊട്ടൻഷ്യൽ അല്ലേ? അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് അല്ലേ വരേണ്ടത്? അപ്പോൾ A എന്താ മക്കളെ? A എന്ന് പറഞ്ഞാൽ പോസിറ്റീവാണ്, B എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്. അപ്പോൾ ഇത് നമുക്ക് പറയാം A എന്താണ്? പോസിറ്റീവാണ്, B എന്താണ്? നെഗറ്റീവാണ്.
റെഡി അല്ലേ? യെസ്. അതേപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ പറയുന്നത് കുറേ ലൂപ്പുകൾ ഒക്കെ ഉണ്ട്. ഈ ലൂപ്പിൽ നിന്ന് ഇൻഡ്യൂസ്ഡ് കറണ്ട്, ഈ ലൂപ്പിലുള്ള ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ പറയാനാണ്. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് അങ്ങനൊന്നുമല്ല പറയേണ്ടത്. ABCD പറഞ്ഞില്ലേ, അങ്ങനെ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഈ ലൂപ്പിനെ ഉള്ളോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഉള്ള ഫ്ലക്സ് കൂടും. എന്ത് ഫ്ലക്സാണ് കൂടുന്നത്? ക്രോസ് ഫ്ലക്സ്. ആ ക്രോസിൻ്റെ ഓട്ടൊക്കെ അറിയില്ലേ? ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിലേക്ക്, പേജിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. കറണ്ട് ഇങ്ങനെ പോയാൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ ആയിരിക്കും? ഉള്ളിലേക്ക്. ഇനി ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ? അത് പുറത്തേക്ക്. അപ്പോൾ ഇങ്ങനെ കറണ്ട് പോകേണ്ടത് ഇങ്ങനെ അല്ലേ? ഇങ്ങനെ കറണ്ട് പോകണം. അതൊക്കെ അറിയാലോ? ഓക്കെ. അപ്പോൾ എന്താ സംഭവം? ഇവിടെ ക്രോസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിലേക്ക് വരുമ്പോൾ ക്രോസ് അപ്പോൾ ക്രോസിന് എന്ത് ചെയ്യണം? ക്രോസിനെ ഒഴിവാക്കണം. ക്രോസ് കൂടുമ്പോൾ അതിനെ കുറയ്ക്കാൻ ശ്രമിക്കുക. എന്താണോ ഉണ്ടാവണത് അതിൻ്റെ ഓപ്പോസിറ്റ് നടക്കും. അതാണ് ലെൻസസ് ലോ പറയുന്നത്. അപ്പോൾ ക്രോസ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ക്രോസിനെ ഒഴിവാക്കണം. അപ്പോൾ അവിടെ എന്തുണ്ടാവണം? ഡോട്ട് ഉണ്ടാവണം. അപ്പോൾ അവിടെ എന്തുണ്ടാവണം? ഡോട്ട് ഉണ്ടാവണം. എങ്ങനെ ഡോട്ട് ഉണ്ടാക്കുക? ഡോട്ട് ഉണ്ടാക്കണമെങ്കിൽ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യണം? ഇങ്ങനെ ഫ്ലോ ചെയ്യണം അക്കോർഡിംഗ് ടു റൈറ്റ് ഹാൻഡ്. അതൊക്കെ അറിയാലോ. അപ്പോൾ ഇങ്ങനെ ഫ്ലോ ചെയ്യണം. അപ്പോൾ അതെങ്ങനെ കറണ്ട് പോകുന്നത്? CDABC. ഓക്കെ. ഇനി ഈ സൈഡ് പറയും. ഇവിടെ എന്താ ഉണ്ടാവുന്നത്? അവിടെ ക്രോസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അത് പുറത്തോട്ടാണ് പോകുന്നത്. ക്രോസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ ക്രോസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രോസിനെ കൂട്ടാൻ നോക്കണം. ക്രോസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്രോസിനെ കൂട്ടാൻ നോക്കണം. അപ്പോൾ ക്രോസ് കുറയാണ്. അപ്പോൾ ക്രോസിനെ കൂട്ടണം. അപ്പോൾ എങ്ങനെ ക്രോസ് ഉണ്ടാക്കണം? ഇനിയും പുതിയ ക്രോസുകൾ ഉണ്ടാക്കണം. അപ്പോൾ ക്രോസുകൾ പുതിയത് ഉണ്ടാക്കണം. അപ്പോൾ കറണ്ട് ഇങ്ങനെയല്ലേ ഫ്ലോ ചെയ്യുക? എന്നാൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ വെക്ക്. ക്രോസ് പുതിയത് ഉണ്ടാക്കണം. അപ്പോൾ ACBA. ഇനി അടുത്തത് അവിടെ നോക്ക്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ക്രോസ് കുറഞ്ഞ് വരിക. അല്ലത് പുറത്തോട്ടേക്കല്ലേ പോകുന്നത്. അപ്പോൾ ക്രോസ് കൂട്ടണം. അപ്പോൾ ക്രോസ് ഇനിയും പുതിയത് ഉണ്ടാക്കണം അല്ലേ? അങ്ങനെയല്ലേ ലെൻസസ് ലോ പറയുന്നത്. അപ്പോൾ ക്രോസ് ഇനിയും ഉണ്ടാക്കണം. അപ്പോൾ ക്രോസ് ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് വരയ്ക്കുക? അപ്പോൾ ഇങ്ങനെയല്ലേ ഫ്ലോ ചെയ്യേണ്ട കറണ്ട്. അപ്പോൾ നമുക്ക് പറയാം CDABC. അങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ കിട്ടിയത് യൂസിങ് ലെൻസസ് ലോ. ഓക്കെ. ഇനി അതേപോലെ അടുത്ത അടിപൊളി ക്വസ്റ്റ്യൻ. Closed loop is held stationary in magnetic field between the end of north and south pole of two permanent magnet held fixed. ഓക്കെ. ഒരു പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ അത് എത്രാമത്തെ ക്വസ്റ്റ്യനാണ്? എ ക്വസ്റ്റ്യൻ. ഓക്കെ. പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ നോർത്തും സൗത്തും പോളുണ്ട്. ആ നോർത്തും സൗത്തും പോൾ ഫിക്സ്ഡ്, നല്ല സ്ട്രോങ് മാഗ്നറ്റാണ്. നമ്മൾ അതിൻ്റെ ഇടയിൽ എന്തുണ്ടാക്കി? ഒരു ക്ലോസ്ഡ് ലൂപ്പിനുണ്ടാക്കി. എങ്ങനെയാ വെച്ചാൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ്. ഓക്കെ. ക്ലോസ്ഡ് ലൂപ്പ് ഇതാട്ടോ അതിൻ്റെ ഫേസ്. മനസ്സിലായില്ല? എങ്ങനെ ഫേസ് എങ്ങനെ വരുന്നത് മനസ്സിലായല്ലോ? ഫേസ് ഇതാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഫേസ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫേസ്. അപ്പോൾ നമ്മളൊരു എന്തുണ്ടാക്കി? ഒരു ക്ലോസ് ലൂപ്പിന് അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി വെച്ച്. ക്യാൻ വി ഹോപ്പ് ടു ജനറേറ്റ് കറണ്ട്? നമുക്ക് അതിൽ നിന്നൊരു കറണ്ട് ഉണ്ടാക്കാൻ നമുക്ക് ഹോപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. ഇതിങ്ങനെ നടുവിൽ ഇങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ അതിനെന്തോ ഉണ്ടാവൂല. കാരണം അതിലെത്ര ഫ്ലക്സ് ആണ് പോണത് അത് അങ്ങനെ തന്നെ ഇരിക്കും. അവിടെ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഇല്ല. എന്താ ലെൻസസ് ലോ പറയുന്നത്? EMF അല്ലെങ്കിൽ EMF ജനറേറ്റഡ് ഇസ് ഈക്വൽ ടു -d∅B/dt ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ച് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും. അത് ഉണ്ടാവുന്ന അതിനെ എതിർക്കാൻ ഓപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതാ മൈനസ്. അപ്പോൾ എന്താണ്? മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ചേഞ്ച് വേണം. ഇവിടെ ഫ്ലക്സ് ഉണ്ട്, പക്ഷേ ഫ്ലക്സ് കോൺസ്റ്റൻ്റാണ്. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു കറണ്ട് ഉണ്ടാക്കാൻ, അതിനൊരു EMF ജനറേറ്റ് ചെയ്യാൻ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെയൊന്നും വെറുതെ പ്രതീക്ഷിക്കാൻ പാടില്ല. ഓവർ പ്രതീക്ഷ കൊടുക്കാൻ പാടില്ല. എന്തായാലും ഉണ്ടാവില്ല, അതിനൊന്നും ഉണ്ടാവില്ല. അതിന് ഫ്ലക്സ് ചേഞ്ച് ഇല്ല. അടുത്തത് ചോദിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ നമ്പർ B. അപ്പോൾ B ക്വസ്റ്റ്യൻ നോക്കാം. എന്താ B ക്വസ്റ്റ്യൻ പറയുന്നത്? ഒരു കപ്പാസിറ്റർ. എന്താണ്? കപ്പാസിറ്റർ. അപ്പോൾ ഒരു കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റ് ഞാൻ വരക്കുകയാണ്. ഒരു കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റ് ഉണ്ട്. ഓക്കെ. കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റ് ഉണ്ട്. ഇങ്ങനെ മനസ്സിലായല്ലോ? അത് 3 ഡയമെൻഷനിലായിട്ട് ചിന്തിക്കണേ. ഒരു കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റ് ഉണ്ട്. ആ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റിൽ ഞാൻ ഒരു
ഓക്കെ, ഒരു ലൂപ്പ് ലൂപ്പ് ഒരു ലൂപ്പ് ഉണ്ട്, ക്ലോസ്ഡ് ലൂപ്പ്. ആ ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ട്. ഇനി എന്താ ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ വായിക്കേ. A closed loop move normal to constant electric field. അപ്പോൾ ഇടയിൽ ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പോൾ ഇതൊരു കപ്പാസിറ്റർ ആണ്. അപ്പോൾ കപ്പാസിറ്റർ ഒരു പോസിറ്റീവ് ചാർജിലുള്ള പ്ലേറ്റ് ഉണ്ടാവും, നെഗറ്റീവ് ചാർജിലുള്ള പ്ലേറ്റ് ഉണ്ടാവും. അതിൽ ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും. കപ്പാസിറ്റർ ആകുമ്പോൾ കപ്പാസിറ്ററിൽ ഉള്ളിൽ എന്തുണ്ടാവും? ഇലക്ട്രിക് ഫീൽഡും. ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഓക്കെ, എങ്ങനെ ഇതിന് മൂവ് ചെയ്യണേ? എങ്ങനെ മൂവ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ഇസ് നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ലൂപ്പ്. ലൂപ്പിന്റെ പ്ലെയിനിന് നോർമലായിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതെങ്ങനെയാണ് നീക്കണത്. ഇതിനെ നീക്കുന്നത് ഇതാ ഇങ്ങനെ. ഇതിനെ നീക്കുന്നത് എങ്ങനെയാ? ഇതിന് നോർമലായിട്ട് ഇങ്ങനെ നീക്കണത്. ഇങ്ങനെയാണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇങ്ങനെ നീക്കണം. എപ്പോഴും എന്ത് കണ്ടീഷൻ ഫോളോ ചെയ്യണം? അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രീതിയിൽ വേണം നീക്കാൻ. അപ്പോൾ ഈ ലൂപ്പിന് എങ്ങനെ നീക്കി കളിച്ച് കഴിഞ്ഞാൽ ഈ ലൂപ്പിൽ എന്തെങ്കിലും കറണ്ട് ഉണ്ടാവുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇതിലൊരു കറണ്ട് ഇൻഡ്യൂസ് ആവാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നോക്കുക, ലാർജ് കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ ഒരു ലൂപ്പ്. ആ ലൂപ്പിന് എങ്ങനെ നീക്കുകയാണ്? എങ്ങനെയൊക്കെ ലൂപ്പ് ഉണ്ടാവണം? എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് നോർമൽ ടു ദ പ്ലെയിൻ ഓഫ് ലൂപ്പ് ആയിരിക്കണം. when it is wholly inside the region of the capacitor plate. അത് എപ്പോൾ ഇതിങ്ങനെ പുറത്താന്ന് വിചാരിച്ചോ. കംപ്ലീറ്റ്ലി ഉള്ളിലായി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നാണ് ആദ്യത്തെ ചോദ്യം. പിന്നെ പാർഷ്യലി കുറച്ചുള്ളിൽ കുറച്ച് പുറത്താവുമ്പോൾ നിങ്ങൾ എന്തോ ഉണ്ടാവാൻ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. രണ്ടിനും ഉള്ള മറുപടി ഒന്നാണ്. രണ്ടിലും ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അവിടെ EMF ജനറേറ്റ് ചെയ്യില്ല. കാരണം ലെൻസ് മച്ചാൻ പറഞ്ഞത് എന്താണ്? EMF എന്ന് പറഞ്ഞാൽ -d∅b/dt ആണ്. എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ്. മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് വേണ്ട. ഇലക്ട്രിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടായിട്ട് എന്നും ഉണ്ടാവാൻ പോകുന്നില്ല. മനസ്സിലായോ? ഇലക്ട്രിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടായാൽ ഒരു കാര്യമില്ല. അവിടെ EMF ഉണ്ടാവൂല. മനസ്സിലായോ? രണ്ടിനും ഉണ്ടാവില്ല. ഇലക്ട്രിക് ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടായിട്ട് കാര്യമുണ്ടോ? മാഗ്നറ്റിക് ഫ്ലക്സിലല്ല ചേഞ്ച് ഉണ്ടാവേണ്ടത്. അപ്പം രണ്ടിലും നിങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പാടുന്നില്ല. അടുത്ത കാര്യം പറയാം. ഒരു ലൂപ്പ് ഞാൻ വായിക്കുന്നില്ല, ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി. ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഒരു സർക്കിളിനെയും ഒരു റെക്റ്റാങ്കുലറിനെയും എന്ത് ചെയ്യാണ്? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് പുറത്തോട്ട് നീക്കുകയാണ്. അതിൽ നിന്നുണ്ടാവുന്ന EMF എന്തായിരിക്കും? എത്ര EMF? ഏതിലാണ് EMF കോൺസ്റ്റന്റ് ആയിട്ട്, ഇൻഡ്യൂസ്ഡ് EMF കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക എന്നാണ് ചോദിക്കുന്നത്. എടാ, ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ നമുക്കറിയാം. B × L effective × V ആണ്. ഇവിടെ കളി എന്ന് പറഞ്ഞാൽ L എഫക്റ്റീവിലാണ്. ഇവിടെ നോക്ക്, ഇതിങ്ങനെ പുറത്തോട്ടേക്ക് പോകുന്ന സമയത്ത് ഒരു ക്രോസ് മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ഞാൻ ഒരു ഇതിനെ പുറത്തോട്ടേക്ക് വിടുകയാണ്. ഏത്? V വെലോസിറ്റിയിൽ സാധനം പറഞ്ഞു. അപ്പോൾ ഇതിൽ ആദ്യം പുറത്തോട്ടേക്ക് പോയത് ഇത്ര. നോക്ക്, ഈ L എഫക്റ്റീവ് ഇതിലൊക്കെ എന്താണ്? സെയിം ആണ്. എത്ര? L അല്ല സെയിം. അപ്പോൾ അതിലുണ്ടാവുന്ന L എഫക്റ്റീവ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് EMF എന്തായിരിക്കും? ഇതിൽ EMF ഇസ് എ കോൺസ്റ്റന്റ്. L എഫക്റ്റീവ് മാറുന്നില്ല, റെക്റ്റാങ്കിൾ ആണ്, സെയിം ആണ്. ബട്ട് സർക്കിളിന് അങ്ങനെയല്ല. ഈ സർക്കിൾ ഇതാ ഇവിടെ എത്തി വിചാരിച്ചോ. അതിൻ്റെ ഇനീഷ്യൽ L ഇതാ ചെറുതാണ്, പിന്നെ അതിൻ്റെ L കൂടി, പിന്നെ L എഫക്റ്റീവ് കൂടി, ഡയമീറ്റർ ഏറ്റവും കൂടി, പിന്നെ കുറഞ്ഞ് അത് പാരബോളല്ല, എലിപ്സ് ആണെങ്കിലൊക്കെ അങ്ങനെ L എഫക്റ്റീവ് ആദ്യം ഇങ്ങനെ കൂടും, പിന്നെ അങ്ങനെ കുറയും. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ L എഫക്റ്റീവ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട്. അപ്പം EMF എന്തല്ല? കോൺസ്റ്റന്റ് അല്ല. അപ്പം ഏതിലാണ് നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് പ്രതീക്ഷിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ അല്ല, ആദ്യത്തെ നോ, അടുത്ത നോ, സ്ക്വയറിലാണ്. ഇൻഡ്യൂസ്ഡ് EMF റെക്റ്റാങ്കുലർ ലൂപ്പിലാണ് കോൺസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് NCERT പറഞ്ഞത്. ഓക്കെ, കഴിഞ്ഞു. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി കുറച്ച് കോംപ്ലക്സ് ഇത് ബേസ് ചെയ്തിട്ട് നീറ്റ് 2024 ക്വസ്റ്റ്യൻ വന്നിട്ട് ഉണ്ട്. അപ്പോൾ ഇതിന്ന് നമ്മൾ ഇനി കുറച്ച് ഡയറക്ഷൻ കാണണം. ഒരു തന്ന സ്ഥലത്തുള്ള ഡയറക്ഷൻ കേട്ടോ. ഇതിലുള്ള ഡയറക്ഷൻ കാണാനാണ് NCERT ടെക്സ്റ്റിലെ ബാക്ക് എക്സസൈസ് ആണ്. അപ്പോൾ ഇതിലേക്ക് ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോക്കുക. ഇതിലേക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആട്ടോ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എക്സസൈസ് നോക്കുക. ഈ ഇവിടെ സൗത്ത് വരുന്നു. അപ്പോൾ ഇവിടെ സൗത്ത് ഇവിടെ ജനറേറ്റ് ആയി എന്ന് പറഞ്ഞാൽ സൗത്ത് ഉണ്ടാകുമ്പോൾ സൗത്തിന് അപ്പോസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ടായി? സൗത്ത് ജനറേറ്റ് ആയി. സൗത്ത് ജനറേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ അവിടെ എന്താ ഉണ്ടായത്? ക്ലോക്ക് വൈസോ ആൻറ്റി ക്ലോക്ക് വൈസോ?
ക്ലോക്ക് വൈസ്. അപ്പോൾ എങ്ങനെയാണ് കറണ്ട് ഉള്ളത് നോക്കുക, ക്ലോക്ക് വൈസ് ഇങ്ങനെ. അപ്പോൾ എങ്ങനെയാണ് കറണ്ട് പോകുന്നത്, ക്ലോക്ക് വൈസിലെ സൗത്ത് അല്ലേ ഉണ്ടായത്, സൗത്ത് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ എന്താ, അപ്പം എങ്ങനെയാ പറയും, QRP കണ്ടില്ലേ. ഓക്കെ, അടുത്തത് ഓരോന്നിലുള്ള പറയാണ് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഈ ക്വസ്റ്റ്യൻ പറയുന്നത്? ഈ ക്വസ്റ്റ്യൻ പറയുന്നത് ഇവിടെ സൗത്ത് ജനറേറ്റ് ആവും. കാരണം സൗത്ത് അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ സൗത്തിന് ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സൗത്ത് ഉണ്ടാവും. ഓക്കെ, നോർത്ത് അവിടുന്ന് ദൂരത്തേക്ക് പോവുക. നോർത്ത് അവിടുന്ന് ഈ ഭാഗം കണ്ടില്ലേ, ഇവിടുന്ന് നോർത്ത് എങ്ങോട്ടേക്ക് പോവുക, ദൂരത്തേക്ക് പോവുക. അപ്പോൾ നോർത്ത് ദൂരത്തേക്ക് പോകുമ്പോൾ നോർത്തേ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവിടെ സൗത്ത് ഉണ്ടാവും. ഇവിടെ സൗത്ത് ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇവിടെ നോർത്ത് ഉണ്ടാവണ്ടേ. ഇവിടെ സൗത്ത് ഉണ്ടായാൽ തീർച്ചയായിട്ടും അപ്പുറത്തൊരു നോർത്ത് പോൾ ഉണ്ടാവണ്ടേ സോളിനോയിഡില്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്നത് സൗത്ത് ആയിരിക്കും, ഇവിടെ ഉണ്ടാവുന്നത് നോർത്ത് ആയിരിക്കും. നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗം എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാൻ കാരണം. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുക, നോർത്ത് പോളാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ അവിടെ ആൻറ്റി ക്ലോക്ക് വൈസ്. പറയട്ടെ, നമുക്ക് ഡയറക്ഷൻ കാണണ്ടേ. എങ്ങനെ ഡയറക്ഷൻ കാണാം, ഇവിടെ എങ്ങനെയാ സൗത്തിൻ്റെ അർത്ഥം എന്താ, ഇത് ഇങ്ങനെയാണ് ഇത്തെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇങ്ങനെയല്ല ഫ്ലോ ചെയ്യണേ. എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾ നോക്കുക, ക്യൂവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതങ്ങനെ കയറി പോയി ഇങ്ങനെ ലൂപ്പ്. അപ്പോൾ എവിടെ തുടങ്ങണത്, ഇങ്ങനെ തുടങ്ങി. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ കറണ്ട് എങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക, ഇങ്ങനെ. മനസ്സിലായോ? ഇങ്ങനെ ആയിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക കറണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെ PRQ. ഇവിടെ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുക, ഇവിടെ സൗത്ത് ഉണ്ടാവും. നോർത്തേ പോലെ എന്ന് പറഞ്ഞിട്ട് സൗത്ത് ഉണ്ടാവും. അപ്പോൾ അപ്പുറത്ത് ഇവഞ്ച്വലി നോർത്ത് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരക്കുക, ഇവിടുന്ന് എങ്ങനെ വരക്കുക, ഇങ്ങനെ കറണ്ട് പോകുന്നത്. ഇവിടെ കറണ്ട് പോകുന്നത് ഇങ്ങനെയാണ് കറണ്ട് പോകുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ കറണ്ട് പോകണമെങ്കിൽ നോക്കുക അല്ലേ, അങ്ങനല്ലേ. അപ്പോൾ കറണ്ട് എങ്ങനെയാണ് പോവുക, ഇതങ്ങനെ. ഇവിടെ എങ്ങനെ പോവാ, YZX. അപ്പോൾ നോക്കുക, PRQ YZX. ഓക്കെ അല്ലേ, 2 ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ. ഇത് നീറ്റ് 2024 വന്ന ക്വസ്റ്റ്യനാണ് കേട്ടോ. NCERT സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ വളരെ നല്ല ക്വസ്റ്റ്യനാണ്. ഇവിടെ എന്താ ഉണ്ടാവുന്നത്, ഇത് ടാപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവിടെ കറണ്ട് ഉണ്ടാവുക, കറണ്ട് കൂടുകയാണ് ചെയ്യുന്നത്. ടാപ്പിംഗ് ദ കീ ജസ്റ്റ് ക്ലോസ് ചെയ്യുമ്പോൾ കറണ്ട് ഉണ്ടാവും. അപ്പോൾ കറണ്ട് ഒരു ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും വളരെ അധികമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അർത്ഥം എന്താ, ഇങ്ങനെ ലൈന് വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫേസ് ആണ്, ഇതിൻ്റെ ബാക്കാണ്. നമ്മൾ ശരിക്കും XYZ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഫേസ് അല്ല കാണുന്നത്, ഇതിൻ്റെ ബാക്ക് സൈഡാണ്. അതതിൻ്റെ ബാക്ക് സൈഡാണ് എന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. അതിൻ്റെ ബാക്ക് സൈഡാണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ എങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, ഇവിടെ ഇനീഷ്യലി കീ ഓപ്പൺ ആവുന്ന സമയത്ത് അവിടെ കറണ്ട് ഉണ്ടാവുന്നില്ല. പെട്ടെന്ന് ക്ലോസ് ചെയ്യുമ്പോൾ അവിടെ കറണ്ട് ഉണ്ടാവും. അത് എങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അല്ലേ, കാരണം ബാറ്ററി പോയിൻ്റെ പോസിറ്റീവ് ചാർജിൽ നിന്ന് കറണ്ട് അങ്ങനെ ഫ്ലോ ചെയ്ത് ഇതിൻ്റെ ഫേസ് ആണ് കാണുന്നത്. അപ്പോൾ ഫേസ് കാണുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്, ഈ സൈഡിൽ നിങ്ങൾ കാണുന്നത് എന്ത് ടൈപ്പ് ഫ്ലോ ആ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസോ. ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഫേസിൽ എന്താ കാണുന്നത്, ക്ലോക്ക് വൈസ് ഫ്ലോ അല്ലേ. അപ്പോൾ ഇവിടെ സൗത്ത് അല്ലേ. അപ്പോൾ പെട്ടെന്ന് ഒന്നുമില്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് പുതിയ സൗത്ത് ഉണ്ടായി. അപ്പോൾ ഇവിടെ എന്തുണ്ടാവണം, സൗത്ത് ഉണ്ടാവണം. ടു ഒപ്പോസ് ദാറ്റ്, പെട്ടെന്ന് ഒരു പോളും ഇല്ലാത്തതെന്ന് ഈ ക്ലോസ് ചെയ്തപ്പോൾ അവിടെ പെട്ടെന്നൊരു സൗത്ത് ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ സൗത്ത് ഉണ്ടാവണം, ഈ സൈഡിൽ നോർത്ത് ഉണ്ടാവണം. എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡിൽ നോർത്ത് ഉണ്ടാവണം. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് സൈഡല്ലേ, ഇതിൻ്റെ ബാക്ക് സൈഡിനല്ലേ. അപ്പോൾ ഇവിടെ നോർത്ത് പോള് ജനറേറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിലൂടെ ഇതിൻ്റെ കറണ്ട് പോകുന്നത് ഇങ്ങനെ ആയിരിക്കും. എന്ന് വെച്ചാൽ XYZ അല്ലെങ്കിൽ
YZX എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും അല്ലേ, XYZ അല്ലെങ്കിൽ YZXോ എങ്ങനെയും പറയാം, അങ്ങനെയായിരിക്കും കറണ്ട് പോകുന്നത്. ഇത് ശരിക്കും മനസ്സിലാക്കണം കേട്ടോ. ഒന്നും കൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. കാരണം നീറ്റിന് തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ വന്നു, അപ്പോൾ ഇത് പഠിക്കണം നമ്മൾ. എങ്ങനെ ഒന്നും കൂടി പറഞ്ഞു കേട്ടോ, നല്ല ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇനീഷ്യലി അവിടെ ഒരു പോളും ഉണ്ടായിട്ടില്ല, ഇനീഷ്യലി അവിടെ പോളില്ല. കാരണം എന്താ പോളില്ലാത്തതിൻ്റെ കാരണം? ഇനീഷ്യലി അവിടെ കറണ്ട് ഇല്ല. അപ്പോൾ പെട്ടെന്ന് കീ ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു കറണ്ട് ഉണ്ടാവും. എങ്ങനെ ഉണ്ടാവും? ഇങ്ങനെ ഒരു കറണ്ട് ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ കാണുന്നത് എന്തിനാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫേസ് ആണ്, ഇതിൻ്റെ ബാക്കാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഫേസ് അല്ല, ഇതിൻ്റെ ബാക്ക് സൈഡാണ്. നോക്ക് 3 ഡയമെൻഷനിൽ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇതല്ലേ സാധനം? കാരണം ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ കാണുന്നത്, ഇതിൻ്റെ മോന്തയും ഇതിൻ്റെ ബാക്കും, ഇതിൻ്റെ ബാക്കാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ മോന്തയിൽ ഉണ്ടാവുന്നത് സൗത്ത് ആണെങ്കിൽ പെട്ടെന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് പെട്ടെന്നൊരു സൗത്ത് ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഫേസ് പറയും സൗത്ത് ഉണ്ടാക്കും, ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവണം? ഇവിടെ നോർത്ത് ഉണ്ടാവണം. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നോർത്ത് ഉണ്ടാവണം. നമുക്കറിയാം ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ഇതിൻ്റെ ബാക്ക് സൈഡാണ് തന്നിട്ടുള്ളത്. നോക്ക്, ഇതിൻ്റെ ബാക്ക് സൈഡാണ് ഇത്. അപ്പോൾ ഇവിടെ നോർത്ത് ഉണ്ടാവണം. ഇതിൻ്റെ ബാക്ക് സൈഡാണ് തന്നിട്ടുള്ളത്, മനസ്സിലാക്കണം കേട്ടോ. ബാക്ക് സൈഡാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നോർത്ത് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ അവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് ഉണ്ടാവണം. ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ ഉണ്ടാവണം. അപ്പോൾ എങ്ങനെ കറണ്ട്? YZX. ഇത് ശരിക്കും മനസ്സിലാക്കണേ. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്ക്. ഈ ക്വസ്റ്റ്യനിൽ എന്താ സംഭവിക്കുന്നത്? ആദ്യം മുതലേ കറണ്ട് ഉണ്ട്. കറണ്ട് ഓൾറെഡി ആദ്യം മുതലേ ഇങ്ങനെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ റിയോസ്റ്റാറ്റിനെ അങ്ങോട്ടേക്ക് നീക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം ഇത്ര റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ റെസിസ്റ്റൻസ് അങ്ങോട്ടേക്ക് നീക്കിയപ്പോൾ ഇപ്പോൾ എഫക്റ്റീവ്ലി ഇത്ര റെസിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യും? നമുക്ക് കറണ്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഫ്ലോ ചെയ്യണമല്ല, എത്ര റെസിസ്റ്റൻസ് ഉണ്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത്ര റെസിസ്റ്റൻസ്, ചെറിയ റെസിസ്റ്റൻസ്, ആദ്യം ഇത്ര റെസിസ്റ്റൻസ് ഉള്ളത്, ഇപ്പം എത്ര റെസിസ്റ്റൻസ് ഉള്ളൂ? ഇപ്പം ഇത്രയേ റെസിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ റെസിസ്റ്റൻസ് കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്താ ചെയ്തത്? റെസിസ്റ്റൻസ് കുറച്ചു. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യും? കൂടും. കറണ്ട് കൂടി. റെസിസ്റ്റൻസ് കുറച്ച് കറണ്ട് എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഇവിടെ കറണ്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ആവുന്നത്? വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ എങ്ങനെയാണ് സംഭവം ഉള്ളത്? ഇങ്ങനെയല്ലേ ഒരു തന്നത് ഫിഗർ. ഇതിൻ്റെ അർത്ഥം എന്താ? കുത്ത് ഇങ്ങനെയുള്ളത് ഇതിൻ്റെ ഫേസ്. എങ്ങനെ ഇതിൻ്റെ ഫേസ്. ഇവിടെ നോക്ക്, ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫേസിനെയാണ് അല്ലേ? അപ്പോൾ എന്താ സംഭവം? ഇതിൻ്റെ ഫേസിനല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെന്ത് കറണ്ടാണ് ഫ്ലോ ചെയ്യണത്? നോർത്ത് കറണ്ട് അല്ലേ? എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് അല്ലേ? ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത്, നോക്കുക ഇവിടെ എന്താ ഉണ്ടാകുന്നത്? കറണ്ട് ഇത് എങ്ങനെയാണ് പോകുന്നത്? അപ്പോൾ നോർത്താണ്. ഇവിടെ നോർത്ത് പോളാണ്. ഇവിടെ നോർത്ത് പോളാണെങ്കിൽ ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? ഇവിടെ നോർത്ത് പോൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ സൈഡിൽ ഇതിനെന്തുണ്ടായിട്ടുണ്ടാവും? ഇവിടെ നോർത്ത് പോളാണുള്ളത്. ഇവിടെ റെസിസ്റ്റൻസ് കുറച്ച് കറണ്ട് കൂട്ടി. അപ്പോൾ ഇവിടുത്തെ നോർത്ത് പോളിൻ്റെ അളവ് കൂടി. അപ്പോൾ ഇവിടെ എന്തുണ്ടാവണം? അതിനെ റിപ്പൽ ചെയ്യണം. ഈ സൈഡിൽ നോർത്ത് പോള് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ എന്തുണ്ടാവണം? സൗത്ത് പോള് ഉണ്ടാവണം. അപ്പോൾ ഈ സൈഡിൽ എന്താ ഉള്ളത്? സൗത്ത് പോൾ. ഇവിടെ നോർത്ത് പോളിൻ്റെ അളവ് കൂടിയപ്പോൾ ഇവിടെ എന്തുണ്ടാവും? ഇവിടെ നോർത്ത് പോൾ ഉണ്ടാവും, അതിനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സൈഡിൽ എന്തുണ്ടാവും? സൗത്ത് പോള് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്തുണ്ടായി? ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് ഭാഗമാണ്? നമ്മൾ ഇവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗമാണ്. ആ ഭാഗത്ത് എന്താ ഉണ്ടായത്? സൗത്ത് പോള്. അപ്പോൾ ഈ ഭാഗത്ത് സൗത്ത് പോൾ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? ഇങ്ങനെ. അപ്പോൾ ഈ നോർത്ത് മൈൻഡ് ചെയ്യേണ്ടത്, നമ്മൾ കാണുന്ന ഭാഗത്തിന് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് പോകുന്നത്? ഇതെങ്ങനെ? സൗത്ത് പോൾ അല്ലേ? അപ്പോൾ കറണ്ട് ഇങ്ങനെയല്ലേ ഫ്ലോ ചെയ്യേണ്ടത്? അതെങ്ങനെയാണ് പോകുന്നത്? XZY. അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഒരു പറഞ്ഞ മാതിരി ZYX എന്ന് എഴുതിക്കൂടെ? ZYX. ഇത് ക്ലിയർ ആയോ? NCERT ഈ ഒരു ശരിക്കും മനസ്സിലാക്കണത് 2-3 പ്രാവശ്യം ഒന്ന് ഇരുന്ന് ചിന്തിച്ച് നോക്കുക. എങ്ങനെയാണെങ്കിലും കിട്ടണം. അടുത്തത് എന്താ ചെയ്യുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇവിടെ എന്ന് പറഞ്ഞ സാധനം ടാപ്പിംഗ് ദ കീ.
ടാപ്പിംഗ് ദ കീ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് റിലീസ്ഡ്, കീ എന്ത് ചെയ്ത് റിലീസ് ചെയ്ത്. അതിൻ്റെ അർത്ഥം എന്താ? ഇനീഷ്യലി ഇത് ക്ലോസ്ഡ് ആയിരുന്നു, ഇനീഷ്യലി ഇത് ക്ലോസ് ആയിരുന്നു. ഇനീഷ്യലി അതിൽ കറണ്ട് ഫ്ലോ ചെയ്യണം. എങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇങ്ങനെയല്ലേ ഫ്ലോ ചെയ്യുക. കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇനീഷ്യലി ഇങ്ങനെ ഫ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നു, കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? കറണ്ട് അങ്ങനെ ഇനീഷ്യലി ഫ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറണ്ട് ഇനീഷ്യലി ഫ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മൾ ആ കീ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ആ കറണ്ട് നിന്ന്. ഇനീഷ്യലി ഇവിടെ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും ഉണ്ടായിട്ടുള്ളത്? ഇവിടെ നോർത്ത് പോള ജനറേറ്റ് ആയിട്ടുള്ളത്. അല്ലേ? നോർത്ത് പോള നോക്ക്, അത് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ? അപ്പോൾ നോർത്ത് പോള ജനറേറ്റ് ചെയ്ത് ഇവിടെ നോർത്തിൻ്റെ ഡയറക്ഷൻ നോക്ക്, നോർത്ത് പോള ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നോർത്ത് പോൾ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ആ കീ അങ്ങോട്ട് തുറന്നപ്പോൾ കറണ്ട് പോയി. അപ്പോൾ നോർത്ത് പോൾ ഇല്ലാതായി. എടാ, നോർത്ത് പോൾ ഇല്ലാതാവുമ്പോൾ എന്തിനാണോ അതിനെ ഒപ്പോസ് ചെയ്യും? നോർത്ത് പോൾ ഇല്ലാതായി. അപ്പോൾ എന്തുണ്ടായി? നോർത്ത് പോൾ എന്തായി? ഇല്ലാതായി. അപ്പോൾ അതിനെ നോർത്ത് പോളിൻ്റെ അളവ് കുറഞ്ഞ് അപ്പോൾ അതിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും? സൗത്ത് പോൾ ഇവിടെ ജനറേറ്റ് ആവും. അപ്പോൾ നോർത്ത് പോളിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞ് വരിക. അപ്പോൾ അപ്പുറത്ത് എന്തുണ്ടാവണം? അതിന് ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗത്ത് പോൾ ഉണ്ടായി വരണം. എന്നാലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുണ്ടായിരിക്കും പറയും? അപ്പോൾ എന്താ? ഇവിടെ സൗത്ത്, അപ്പോൾ ഇവിടെ എന്താ വരിക? നോർത്ത്. അപ്പോൾ ഈ സൈഡിൽ എന്ത് വരണം? നോർത്ത്. അപ്പോൾ നോക്കുക, ഇവിടെ നോർത്ത് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെയല്ലേ കറണ്ട് ഫ്ലോ ചെയ്യുക? എന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഇവിടെ നിന്ന് ഇങ്ങനെ പോകണ്ടേ? അപ്പോൾ എന്താ? എക്സ് ആറ് വൈ എങ്ങനെ പോണേ? എക്സ് ആറ് വൈ. ഓക്കെ അല്ലേ? എക്സ് ആറ് വൈ ഓക്കെ ആണോ? അപ്പോൾ എന്താ ഇതിൻ്റെ ലോജിക്ക് എന്താ? ആദ്യം മുതലേ നോർത്ത് ഉണ്ടായിരുന്നു, പെട്ടെന്ന് അത് ഓപ്പൺ ആയപ്പോൾ നോർത്തിൻ്റെ അളവ് കുറയുമ്പോൾ നോർത്തിൻ്റെ അളവ് കുറഞ്ഞപ്പോൾ എന്ത് ചെയ്യണം? അപ്പുറത്ത് സൗത്ത് ഉണ്ടാവും. നോർത്തിൻ്റെ അളവ് കൂടുമ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് നോർത്ത് ഉണ്ടായിട്ട് അതിനങ്ങനെ റിപ്പൽ ചെയ്യും. ഇവിടെ നോർത്തിൻ്റെ അളവ് കുറയാ, അപ്പോൾ നോർത്തേ പോലെ എന്ന് പറഞ്ഞിട്ട് നമ്മളെന്തുണ്ടാക്കും? സൗത്തിനുണ്ടാക്കും അപ്പുറത്ത്. അപ്പോൾ അതിനെ അട്രാക്ട് ചെയ്യും. എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് നടക്കണം. അതാണ് അതിൻ്റെ ലോജിക്ക്. അപ്പോൾ എന്താ? അവിടെ സൗത്ത് ഉണ്ടായി. ഇവിടെ സൗത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നോർത്ത് ഉണ്ടാവണം. ഇവിടെ നോർത്ത് ഉണ്ടെങ്കിൽ ഇവിടെ കറണ്ട് ഇങ്ങനെ പോവുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എക്സ് ആർ വൈ. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അടിപൊളി ക്വസ്റ്റ്യൻ. ഇത് ബെസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യനാണിത്. എന്ന് വെച്ചാൽ ഇതിലെന്താ ഉണ്ടാവുക? അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറയും ഇത് അവിടെ കറണ്ട് എന്ത് ചെയ്യുക? ഡിക്രീസ് ചെയ്യുക. അപ്പോൾ അവിടെയുള്ള അവിടെ കറണ്ട് എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യുക. കറണ്ടിൻ്റെ അളവ് ഡിക്രീസ് ചെയ്യണ സമയത്ത് അവിടെ കറണ്ടിൻ്റെ അളവ് എന്ത് ചെയ്യണം? ഡിക്രീസ് ചെയ്യണം. നോക്കട്ടോ, അത് നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. ഇത് കറണ്ട് എന്താ പോകണേ? ഇത് കാരണത്താൽ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താ? ഈ കറണ്ട് കാരണത്താലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആട്ടോ ഞാൻ വരക്കണത്. ഇങ്ങനെ ഈ കറണ്ട് കാരണത്താലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആട്ടോ ഞാൻ അങ്ങനെ വരക്കണത്. ഇങ്ങനല്ലേ? ആ കറണ്ട്, ഇതൊരു വയറാണ്. ആ കറണ്ട് കാരണത്താലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ഞാൻ വരക്കുന്നത്. ഇങ്ങനെ അത് പെർപെൻഡിക്കുലറാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ മുന്നോട്ടേക്ക്. അപ്പോൾ ഇത് കാരണമുള്ള കറണ്ട് എങ്ങനെയാണ്? ഇങ്ങനെയല്ലേ? ഇതിൻ്റെ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ലൂപ്പിൻ്റെ ഏരിയ വെക്റ്റർ. ഇതാണ് ഇങ്ങനെ, അതേപോലെ ഇങ്ങനെ ആ ലൂപ്പിന് ടാൻജൻഷ്യൽ ആയിട്ടാണ് ആരുള്ളത്? ഈ കറണ്ട് കാരണം, ആ വയറ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ആ ലൂപ്പിൻ്റെ ഏരിയ വെക്റ്റർ എ ആണെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു കറണ്ട് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ആ ലൂപ്പിലുള്ള ഫ്ലക്സ് എന്ന് പറഞ്ഞ ഫ്ലക്സ് ബി എ കോസ് 90 0. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇനീഷ്യലി ആ ലൂപ്പിൽ എന്തോ ഫ്ലക്സ് ഉണ്ടോ? ഇല്ല. ഇനി ആ കറണ്ട് കൂട്ടിയാലും കുറച്ചാലും ഫൈനലി ആ ലൂപ്പിൽ എന്തോ ഫ്ലക്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്താ? 0 - 0. ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടായിട്ടില്ല. അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യില്ലെന്നേ. ഉത്തരതാ നോ EMF ഇൻഡ്യൂസ്. അവിടെ EMF എന്താവൂല? ഇൻഡ്യൂസ് ആവൂല. എന്താ കാരണം മനസ്സിലായോ? കാരണം മനസ്സിലാക്കണം. എങ്ങനെ? ഈ കറണ്ട് കാരണം ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായി കഴിഞ്ഞാൽ
ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് ഫ്ലക്സ് ഉണ്ടാക്കുമോ? ഏരിയ ബി തമ്മിലുള്ള 90 ഡിഗ്രി, BA cos 90 0. ഇനീഷ്യലും ഫ്ലക്സ് 0. ഇനി ആ കറണ്ട് കൂട്ടിയാലും കുറച്ചാലും 90 ഡിഗ്രി എന്നല്ല ഉണ്ടാക്കാൻ പോകുന്നത്, ഫൈനലും ഫ്ലക്സ് 0. അപ്പം ചേഞ്ച് ഇൻ ഫ്ലക്സ് 0 - 0. അവിടെ ചേഞ്ച് ഫ്ലക്സ് ഇല്ല, മാഗ്നറ്റിക് ഫ്ലക്സ് ഇല്ല, ചേഞ്ച് ഇല്ല. അപ്പം EMF എന്തായിരിക്കും 0. നോ EMF ഇൻഡ്യൂസ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ NCERTയിലുള്ള ഈ ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോവുക. ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്ന ഒരു വയറിനെ വട്ടത്തിലാക്കാൻ പോവുക. എക്സ്പാൻഡ് ടു എൻ സർക്കിൾ. ഇവിടെ ക്രോസ് മാഗ്നറ്റിക് ഫീൽഡാണ് ഉള്ളത്. അപ്പോൾ ഇതിനെ വലിയ സർക്കിളാക്കി മാറ്റുന്ന സമയത്ത്, ഇതിനെ പിടിച്ചിട്ട് സർക്കിളാക്കി മാറ്റുന്ന സമയത്ത് ഇതിൻ്റെ എന്ത് കൂടും? ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ്, അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി പോകുന്ന ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് അളവ് കൂടും. അപ്പോൾ ഇതിലെന്തുണ്ടാക്കണം? ഡോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കണം. ഡോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കണം. ഡോട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കണം. ഇതിൻ്റെ കറണ്ട് എങ്ങനെയായിരിക്കും പോകേണ്ടി ഉണ്ടാവുക? ഇങ്ങനെ. അപ്പോൾ എങ്ങനെയാണ് പോവുക? DCBA. ഇനി അടുത്ത ഈ ക്വസ്റ്റ്യൻ, ഇത് ഓൾറെഡി എങ്ങനെയാണ് നിൽക്കുന്നത്? വട്ടത്തിലാണ് നിൽക്കുന്നത്. അതിനെ പിടിച്ചിട്ട് ഇതാ ഇങ്ങനെ ആക്കണം. എങ്ങനെ ആക്കണം? ഇങ്ങനെ. എങ്ങനെ ആക്കണം? ഇതാ ഇങ്ങനെ ആക്കണം. ഇങ്ങനെ ആക്കണം. ഓക്കെ, ഈ വട്ടത്തിലുള്ള സാധനത്തിനെ പിടിച്ചിട്ട് ചുരുക്കിയിട്ട് അങ്ങനെ ആക്കണം. എന്നാൽ ഓൾറെഡി അവിടെ എന്താ ഉള്ളത്? ഡോട്ട് മാഗ്നറ്റിക് ഫീൽഡ്. ഡോട്ട് മാഗ്നറ്റിക് ഫീൽഡിലുള്ള സാധനത്തിനെ ചെറുതാക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏരിയ കുറയ്ക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ഫ്ലക്സ്, ഡോട്ട് മാഗ്നറ്റിക് ഫീൽഡ് അളവ് എന്ത് ചെയ്ത്? കുറഞ്ഞ്. അപ്പോൾ അവിടെ എന്തുണ്ടാക്കണം? കുറേ ഡോട്ട് മാഗ്നറ്റിക് ഫീൽഡ് പുതിയത് ഉണ്ടാക്കണം. എന്താണോ ഉണ്ടാകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഡോട്ട് മാഗ്നറ്റിക് ഫീൽഡ് അളവ് കുറയുമ്പോൾ നമ്മൾ എന്ത് ഉണ്ടാക്കണം? അതിൽ കുറേ ഡോട്ട് മാഗ്നറ്റിക് ഫീൽഡ് എക്സ്ട്രാ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുന്നത്? ഇതിനെ ചെറുതാക്കുമ്പോൾ ഇതിനെ ചെറുതാക്കുന്ന സമയത്ത് ഇതിലെന്താ ഉണ്ടാവുന്നത്? ഇതിന് ഡോട്ട് മാഗ്നറ്റിക് ഫീൽഡ് അളവ് ഇനി കൂട്ടണം, നല്ല കൂട്ടണം. കാരണം ഇതിന് ഡോട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് കുറഞ്ഞു. അപ്പം എന്ത് ചെയ്യണം? നമ്മളിതിലേക്ക് ഡോട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവ് എന്ത് ചെയ്യണം? കൂട്ടണം. അപ്പോൾ ഡോട്ട് മാഗ്നറ്റിക് ഫീൽഡ് അളവ് കൂട്ടണമെങ്കിൽ എങ്ങനെ കറണ്ട് പോകേണ്ടത്? എന്താ പറ, എങ്ങനെ കറണ്ട് പോകേണ്ടത്? ഇങ്ങനെയല്ല പോകണ്ടേ? ഇങ്ങനെയല്ല കറണ്ട് പോകണ്ടേ എന്ന് പറഞ്ഞാൽ C', B', A', D'. അങ്ങനെ C', B', A', D' ആയിരിക്കും അതിൻ്റെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. ഇതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത നോക്ക്. ഇത് നീറ്റ് 2024 വന്ന ക്വസ്റ്റ്യനാണ്, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താ ഉണ്ടായത്? ഇവിടെ നോർത്ത് എന്ന് പറഞ്ഞ സാധനം സൗത്ത് ഉണ്ട്. ഇത് NCERT സെയിം ക്വസ്റ്റ്യനേ. ഇതാണിത്, ഈ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് വന്നിട്ടുണ്ടെങ്കിൽ മറ്റേതൊക്കെ നിങ്ങൾക്ക് വരാൻ പ്രതീക്ഷിക്കുന്നതിന് ഒരു തെറ്റുമില്ല. നോക്കിക്കോ. അപ്പോൾ എന്താ സംഭവം? ഇവിടെ നോർത്ത് സൗത്ത് അങ്ങനെ പോവുക. അപ്പോൾ ഇവിടെ നോർത്തിൻ്റെ അളവ് എന്ത് ചെയ്ത്? നോർത്ത് അങ്ങോട്ട് പോയി. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? സൗത്ത് ഉണ്ടാവും. നോർത്ത് പോകുമ്പോൾ നോർത്തിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ആരുണ്ടാവണം? സൗത്ത് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ സൗത്ത് ഉണ്ടായി. ഇവിടെ ആരുണ്ടായി? സൗത്ത് ഉണ്ടായി. സൗത്ത് എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് എന്തുണ്ടാവണം? ക്ലോക്ക് വൈസ് കറണ്ട് ഉണ്ടാവണം. എന്തുണ്ടാവണം? ക്ലോക്ക് വൈസ് കറണ്ട് ഉണ്ടാവണം. അപ്പോൾ എങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുക? ഇങ്ങനെ ക്ലോക്ക് വൈസ് കറണ്ട് ഇതാ ഇങ്ങനെ. അപ്പോൾ കറണ്ട് എങ്ങനെ? ക്ലോക്ക് വൈസ് കറണ്ട് ഉണ്ടാവണം. അപ്പോൾ ഇവിടുന്ന് എങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്? A to B. ഇനി ഇവിടെ സൗത്ത് ഇത് അങ്ങോട്ടേക്ക് പോവുക. സൗത്ത് എങ്ങോട്ടേക്ക് പോകണത്? സൗത്ത് അങ്ങോട്ടേക്ക്. അപ്പോൾ ഇവിടെ സൗത്ത് അടുത്തേക്ക് വന്നു. അപ്പോൾ സൗത്ത് അടുത്തേക്ക് വരുമ്പോൾ സൗത്തിന് എന്ത് ചെയ്യണം? റിപ്പൽ ചെയ്യണം. അപ്പോൾ അതിനവിടെ എന്തുണ്ടാവണം? സൗത്ത് ഉണ്ടാവണം. അപ്പോൾ ഇവഞ്ച്വലി സോളിനോയിഡ് അതിനെ കൊണ്ട് ഇവിടെ എന്തുണ്ടാവണം? നോർത്ത് ഉണ്ടാവണം. അപ്പോൾ ഇവിടെ നോർത്ത് വരച്ചാൽ ഇതാ നോർത്ത്. ഇവിടെ നോർത്ത് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കറണ്ട് പോകേണ്ടത്. ഇതാ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് കറണ്ട് പോകേണ്ടത്. അപ്പോൾ ഇതങ്ങനെ ഇങ്ങനെ. അപ്പോൾ എങ്ങനെ കറണ്ട് അവിടെ പോകുന്നത്? D to C. അപ്പോൾ നമ്മൾ A to B, D to C. The right answer for this question is A to B, D to C. റെഡിയാണോ? അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് സെഷൻ. ഈ സെഷന് നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്ക്. കഷ്ടപ്പാടിൻ്റെ വിലയാണ്. അപ്പോൾ ഒന്ന് ചെയ്യണം കേട്ടോ. താങ്ക് യു.